ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ടിന്റെ ഒരു സെക്ഷൻ ആണ്. റിയാക്ട് ക്വറി അല്ലെങ്കിൽ നമ്മൾ ടാൻസ്റ്റാക്ക് ക്വറി എന്നാണ് പറയുന്നത്. ടാൻസ്റ്റാക്ക് ക്വറി ആക്ച്വലി റിയാക്ട് ക്വറി ആയിരുന്നു. അതിന്റെ നെയിം മാറ്റിയിട്ട് അവർ ടാൻസ്റ്റാക്ക് ക്വറി ആക്കി. സോ ടാൻസ്റ്റാക്ക് ക്വറി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു തേർഡ് പാർട്ടി റിയാക്ട് ലൈബ്രറി ആണ്. അപ്പൊ ഇതിനകത്ത് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പവർഫുൾ അസിൻക്രോണസ് സ്റ്റേറ്റ് മാനേജ്മെന്റ് ഫോർ ടൈപ്പ് സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ്, അതുപോലെ റിയാക്ട്, സോളിഡ്, വ്യൂ, സ്വെൽറ്റ് ആൻഡ് ആംഗുലർ ഫ്രെയിംവർക്സിനൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഈ ടാൻസ്റ്റാക്ക് ക്വറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ നമ്മൾ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ റിയാക്റ്റിലാണ്. ഓക്കെ, സോ എന്തിനാണ് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ HTTP റിക്വസ്റ്റ് നമ്മൾ റിയാക്റ്റിൽ നമ്മൾ HTTP റിക്വസ്റ്റ് എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫെച്ച് ഡേറ്റ ഉണ്ട്, ഫെച്ച് ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ യൂസ് സ്റ്റേറ്റും അല്ലെങ്കിൽ യൂസ് എഫക്റ്റിനകത്താണ് നമ്മൾ കൂടുതലും API കോൾസ് ഒക്കെ നമ്മൾ ഈ ഫെച്ച് സാധനം യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ടാൻസ്റ്റാക്ക് ക്വറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ടാൻസ്റ്റാക്ക് ക്വറി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇവരുടെ എക്സാമ്പിൾസും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് എന്താണ് ടാൻസ്റ്റാക്ക് ക്വറി എന്നും അതിന്റെ നമ്മൾ പോകെ അതിന്റെ കോഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ടാൻസ്റ്റാക്ക് ക്വറിയിൽ നമ്മളെ ആക്ച്വലി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ പവർഫുൾ അസിൻക്രോണസ് സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറി ഫോർ ജാവാസ്ക്രിപ്റ്റ് ഓർ ടൈപ്പ് സ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻസ്. ഇതിന് പ്രൈമറിലി യൂസ് ചെയ്യുന്നത് റിയാക്റ്റിന് വേണ്ടിയാണ്. ഇറ്റ് സിംപ്ലിഫൈസ് ഡേറ്റ ഫെച്ചിങ്, കാഷിംഗ്, സിംഗ്രോണൈസേഷൻ ആൻഡ് സെർവർ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഇൻ ക്ലയന്റ് ആപ്ലിക്കേഷൻ. ഇതിന്റെ കോർ കോൺസെപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സെർവർ സ്റ്റേറ്റ് വേഴ്സസ് ക്ലയന്റ് സ്റ്റേറ്റ്. ടാൻസ്റ്റാക്ക് ക്വറിയിൽ നമുക്ക് സെർവർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഡേറ്റ ഒറിജിനേറ്റ്സ് ഫ്രം എ ബാക്ക് എൻഡ്, അതായത് API ഡേറ്റാബേസസ് അങ്ങനത്തെ പോലെ. ക്ലയന്റ് സ്റ്റേറ്റ് ആണെങ്കിൽ UI സ്റ്റേറ്റ്, ദാറ്റ്സ് എൻറ്റയർലി ക്ലയന്റ് സൈഡിലാണ്, അതായത് ഫോം ഇൻപുട്സ്, മോഡൽ വിസിബിലിറ്റി, അങ്ങനെയൊക്കെ നമുക്ക് ടാൻസ്റ്റാക്ക് ക്വറിയിൽ ഈ രണ്ട് സ്റ്റേറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. It focuses on managing server state which has unique challenges like shared and owned by the backend, can become outdated, requires synchronization, often needs caching. ഓക്കെ, സോ ഇതിന്റെ കീ ഫീച്ചേഴ്സ് വരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കാഷിംഗ് ആണ്. അതായത് നമ്മളുടെ ഈ ഫെച്ച്ഡ് ഡേറ്റ നമുക്ക് ഒരു നോർമലൈസ് ക്യാഷിൽ വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ക്യാഷ് എന്ന് പറയുന്നത് ഇൻവാലിഡേഷനും അതുപോലെ ഗാർബേജ് കളക്ഷൻസും ഉണ്ടാവും. പിന്നെ കോൺഫിഗറബിൾ ക്യാഷ് ലൈഫ് ടൈംസ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ഓഫ്ലൈൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് പോയെന്ന് വിചാരിച്ചോ, നെറ്റ് റീകണക്ട് ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ടാൻസ്റ്റാക്ക് ക്വറി വെച്ച് API ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ബ്രൗസറിൽ റീഫ്രഷോ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴാണ് നമുക്ക് ഓൺലൈൻ ആവുന്നത്, ആ സൈറ്റ് എപ്പോഴാണ് ഓൺലൈൻ ആവുന്നത്, അതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ മെയിൻറ്റെയിൻസ് UI റെസ്പോൺസസ് ഡ്യൂറിങ് അപ്ഡേറ്റ്സ്. പിന്നെ റിക്വസ്റ്റ് ഡീഡ്യൂപ്ലിക്കേഷൻ, അതായത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് റിക്വസ്റ്റ് വല്ലതും വരുവാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഇതിനകത്ത് ഒരു ഫീച്ചർ വരുന്നത്. പിന്നെ ഇത് മൾട്ടിപ്പിൾ കോമ്പോണൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം മൾട്ടിപ്പിൾ കോമ്പോണൻസിനകത്ത് ചിലപ്പോൾ സെയിം API ആയിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ സെയിം ഡേറ്റ ആയിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ അത് നോക്കിയിട്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്ത് നമുക്ക് ഒറ്റ റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഡേറ്റ എല്ലാം നമുക്ക് മൾട്ടിപ്പിൾ കോമ്പോണൻസിനകത്ത് ഫെച്ച് ചെയ്ത് തരും. പിന്നെ പേജിനേഷൻ ആൻഡ് ഇൻഫിനിറ്റ് ലോഡിംഗ്, ബിൽഡിംഗ് സപ്പോർട്ട് ഫോർ പേജിനേറ്റഡ് ഡേറ്റ, അതുപോലെ എക്സലന്റ് ഇൻഫിനിറ്റ് സ്ക്രോൾ ഇംപ്ലിമെന്റേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓപ്റ്റിമിസ്റ്റിക് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. SSR, SSG സപ്പോർട്ട്, അതായത് സെർവർ സൈഡ് റെൻഡറിങ്ങും അതുപോലെ സ്റ്റാറ്റിക് ജനറേഷനിലും ഇത് വർക്ക് ചെയ്യും. ഫെഡറേഷൻ ഓഫ് സെർവർ റെൻഡേർഡ് ക്വറീസ് ആണ് വരുന്നത്. പിന്നെ കോർ APIയിൽ വരുന്ന ക്വറീസ്. സോ ക്വറീസ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ക്വറീസ് ആർ യൂസ്ഡ് ഫോർ ഫെച്ചിങ് ഡേറ്റയാണ്. ഓക്കെ, ഫെച്ചിങ് ഡേറ്റയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യും. അതുപോലെ അതിന്റെ കീസും ഫങ്ഷൻസ് എല്ലാം ഇവിടെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ മ്യൂട്ടേഷൻസ് വരുന്നുണ്ട്. മ്യൂട്ടേഷൻസ് ആക്ച്വലി ഒരു CRUD ഓപ്പറേഷൻസ് പോലെയാണ്, ക്രിയേറ്റിംഗ്, അപ്ഡേറ്റിംഗ്, ഡിലീറ്റിംഗ് ഡേറ്റ. ഓക്കെ, ഡേറ്റനെ നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റും. അതിന്റെ സിന്റാക്സ് ആണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വരുന്നത് ക്വറി ഇൻവാലിഡേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. പ്രീ ഫെച്ചിങ് ഉണ്ട്, ഓപ്റ്റിമിസ്റ്റിക് അപ്ഡേറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്, ഒക്കെ എല്ലാം അതും. പിന്നെ റിയാക്ട് ക്വറി വെർഷൻ 4 വേഴ്സസ് ടാൻസ്റ്റാക്ക് ക്വറി P5, ഇതിന്റെ ഒക്കെ ഒരു ഡിഫറൻസുകളാണ്. പിന്നെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് നമുക്ക് ആ ടാൻസ്റ്റാക്ക് ക്വറി യൂസ് ചെയ്യുന്നത്, അതൊക്കെ എല്ലാം നമുക്ക് കോഡ് വഴി നമുക്ക് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ പോകെ നമുക്ക്
ഓരോന്ന് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ. സോ ടാൻസ്റ്റാക്ക് ക്വറി വളരെ ഒരു എന്താ പറയുക ഒരു തേർഡ് പാർട്ടി ലൈബ്രറിയാണ്. നമുക്ക് ഈ യൂസ് എഫക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഇങ്ങനെ ഒരു മെത്തേഡിൽ പോകുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. ഓക്കെ. സോ ഞാനിവിടെ പ്രോജക്റ്റ് ഞാൻ ആക്ച്വലി അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ. സോ നിങ്ങൾ ഈ പ്രോജക്റ്റിന്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇതിൽ ഈ ഒരു പ്രോജക്റ്റിലായിരിക്കും നമ്മൾ കോഡ് എഴുതി പോവാ. സോ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ബാക്ക് എൻഡ് ഉണ്ട്. ബാക്ക് എൻഡ് ആക്ച്വലി നോഡ് JS വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിയാക്ട് രണ്ടും ഒരു സിംഗിൾ ഫോൾഡർ സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. സോ ബാക്ക് എൻഡിന് നമ്മൾ ഒരു നോഡ് മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ റിയാക്ടിന്റെ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റിന്റെ ഇവിടെ അതായത് ബാക്ക് എൻഡിന്റെ വെളിയിൽ തന്നെ നമുക്ക് ഇവിടെ നോഡ് മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ. സോ ഈ രണ്ടെണ്ണം ഓടിക്കുക. അതായത് ബാക്ക് എൻഡ് റൺ ചെയ്യുക. ബാക്ക് എൻഡും റൺ ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡും നമ്മൾ റൺ ചെയ്യണം. റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റ് ലോഡായി വരും. അപ്പൊ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടാം. ഓക്കെ. ബൈ.